ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IR സെൻസറിനെ കുറിച്ചാണ്. ഇൻഫ്രാറെഡ് സെൻസർ അഥവാ IR സെൻസർ എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് റേസ് യൂസ് ചെയ്ത് ഒബ്ജക്റ്റുകളെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ മാത്രമല്ല, IR സെൻസർ യൂസ് ചെയ്ത് നമുക്ക് ലൈൻ ഫോളോയിങ് റോബോട്ടും ഓട്ടോമാറ്റിക് ഡോർ ലോക്ക് സിസ്റ്റവും സെക്യൂരിറ്റി സിസ്റ്റവും ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റവും ഒക്കെ ചെയ്യാൻ പറ്റും. സോ ഇന്ന് നമുക്ക് IR സെൻസർ യൂസ് ചെയ്ത് ഒരു സെക്യൂരിറ്റി സിസ്റ്റവും ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റവും ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ അൾട്രാസോണിക് സെൻസർ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് IR സെൻസറും അൾട്രാസോണിക് സെൻസറും വെച്ച് നമ്മൾ ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ ചെയ്യുന്നത്? അൾട്രാസോണിക് സെൻസറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യും. അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആക്യുറേറ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ വാട്ടർ ലെവൽ സിസ്റ്റം ഒക്കെ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാനൊക്കെ അൾട്രാസോണിക് സെൻസർ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അൾട്രാസോണിക് സെൻസറിലാണെങ്കിൽ ആ സൗണ്ട് വേവ്സ് യൂസ് ചെയ്ത് അതിൻ്റെ എക്കോ ലൊക്കേഷൻ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ഡിറ്റക്ഷൻ സാധ്യമാകുന്നത്. പക്ഷേ IR സെൻസറിലാണെങ്കിൽ അവിടെ ഇൻഫ്രാറെഡ് റേസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൈസിൻ്റെ റിഫ്ലക്ഷൻ വെച്ചിട്ട് നമുക്ക് ആക്യുറേറ്റ് ഡിസ്റ്റൻസ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും അവിടെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് സെക്യൂരിറ്റി സിസ്റ്റം ചെയ്യുമ്പോൾ അവിടെ ഒരു ഒബ്ജക്റ്റിനെ മെഷർ ചെയ്യുക അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിലും നമുക്ക് കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഒരു ഒബ്ജക്റ്റിനെ ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ അത് 2 സെൻറ്റിമീറ്ററിനും 30 സെൻറ്റിമീറ്ററിനെയും അകത്തായിരിക്കണം. അതായത് IR സെൻസറിൻ്റെ ഒരു റേഞ്ചിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ടു 30 സെൻറ്റിമീറ്റർ ആണ്. അതിലും നമ്മൾ IR സെൻസറിൻ്റെ മോഡൽ അനുസരിച്ച് വേരി ചെയ്യാൻ പറ്റും. IR സെൻസറിനകത്ത് ഒരു ബ്ലൂ കളേർഡ് ഒരു പോർട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു പോർട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്കതിന് ഡിസ്റ്റൻസ് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സെൻസറിൽ മെയിനായിട്ട് 2 ഭാഗങ്ങളാണുള്ളത്, IR ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. അപ്പോൾ ഇതിനകത്ത് ഈ വൈറ്റ് കളേർഡ് LED എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റർ ആണ്. ഈ ബ്ലാക്ക് കളേർഡ് കാണിക്കുന്നത് ഒരു ഫോട്ടോ ഡയോഡാണ്, ദാറ്റ് ഇസ് റിസീവർ. അപ്പോൾ ഇതിൽ നിന്നും IR റേസ് ട്രാൻസ്മിറ്റ് ചെയ്ത് ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് ഈ ഫോട്ടോ ഡയോഡിൽ റിസീവ് ചെയ്യും. അപ്പോഴാണ് ആ ഒരു ഡിസ്റ്റൻസിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ 2 സെൻറ്റിമീറ്ററും 30 സെൻറ്റിമീറ്റർ ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഒബ്ജക്റ്റിനെ കാണുകയാണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ അത് മെഷർ ചെയ്യുന്നതായിരിക്കും. മെഷർ ചെയ്ത് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യില്ല, ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ അവിടെ സാധ്യമാകും. നോർമലി ഒരു സെൻസറിൽ ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ സംഭവിക്കുമ്പോൾ അവിടെ കിട്ടുന്ന പൾസ് എന്ന് പറയുന്നത് ഹൈ പൾസ് ആണ്. ബട്ട് IR സെൻസറിൽ ഒബ്ജക്റ്റിനെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു ലോ പൾസ് ആണ്. അതായത് when object detect it generate a low pulse. ആ ലോ പൾസിനെ വെച്ച് നമുക്ക് ഈ ഒരു പ്രോഗ്രാം കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ നടക്കുമ്പോൾ അവിടെ ലോ പൾസാണ് ജനറേറ്റ് ആവുന്നത്. അപ്പോഴേക്കും നമ്മൾ അവിടെ എന്ത് ചെയ്യുക, എന്താണോ നമ്മുടെ ആക്ഷൻ അതെടുക്കുക. ലൈറ്റ് ഓൺ ആവുകയാണോ അല്ലെങ്കിൽ അവിടെ അലാം കൊടുക്കുകയാണോ, അതെന്ത് ആക്ഷനാണോ ആ ഒരു സമയത്ത് ക്ലിയർ ചെയ്ത് ഇപ്പം കോഡ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. നെക്സ്റ്റ്, ഒരു IR സെൻസർ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് ഒരു സെക്യൂരിറ്റി സിസ്റ്റം ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമായത് ഒരു IR സെൻസറാണ്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു മൈക്രോ കൺട്രോളർ. നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ കൺട്രോളർ Arduino Uno ആണ്. അതോടൊപ്പം നമുക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ബസർ യൂസ് ചെയ്യാം, ദെൻ ഇൻഡിക്കേഷനായിട്ട് LED. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ നമ്മുടെ കണക്ഷനിലേക്ക് പോവുകയാണ്. ആദ്യം നമ്മൾ Arduinoയിലേക്ക് കണക്ട് ചെയ്യുകയാണ്. Arduinoയിൽ കണക്ട് ചെയ്യാൻ പോകുന്നത് IR സെൻസറാണ്. അപ്പോൾ IR സെൻസറിൽ 3 പിന്നുകളാണുള്ളത്, VCC, ഗ്രൗണ്ട് ആൻഡ് ഔട്ട്. VCC 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യുക. ഈ ബ്ലാക്ക് കളേർഡ് വയർ എന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്, സോ അത് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക. നെക്സ്റ്റ് ഔട്ട് എന്ന് പറയുന്ന പിന്നാണ്. ഔട്ട് എന്ന് പറയുന്ന പിന്ന് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് പിൻ നമ്പർ 2ലേക്കാണ്, 0, 1, 2. സോ IR സെൻസർ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് LED കണക്ട് ചെയ്യാം. LED കണക്ട് ചെയ്യുമ്പോൾ LED ഷോർട്ട് ലെഗ് ഗ്രൗണ്ടിലേക്കും ലോങ് ലെഗ് 30ലേക്കും കണക്ട് ചെയ്യുക. സോ LED കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബസറാണ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ബസറിൻ്റെ ബ്ലാക്ക് കളേർഡ് വയർ എന്ന് പറയുന്നത് നെഗറ്റീവാണ്, അത് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യും. ബസറിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് റെഡ് കളേർഡ് വയറാണ്, സോ അത് നമ്മൾ പിൻ നമ്പർ 8 ചൂസ് ചെയ്യും. ഈ ഡിജിറ്റൽ പിൻ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് പ്രോഗ്രാമിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ. സോ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം.
സോ ഇനി നമുക്ക് ഈ ഒരു ഇപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ഡിറ്റക്ഷനാണ് ചെയ്തേക്കുന്നത്. നമുക്കിത് തന്നെ ഡോർ സെക്യൂരിറ്റി സിസ്റ്റമായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഒരു IR സെൻസറിൻ്റെ ട്രാൻസ്മിറ്റർ നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഫ്ലെയിം സെൻസറായിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇത് മാറ്റിയിട്ട് ഈ ഫോട്ടോ ഡയോഡ് മാത്രമുള്ളതാണ് നമ്മുടെ ഫ്ലെയിം സെൻസർ. ഈ ഒരു ഫ്ലെയിം സെൻസർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സെയിം കണക്ഷൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് കണ്ടോ, അതായത് ഫയർ വരുമ്പോഴേക്കും നമുക്ക് അലാറം വരുന്നുണ്ട്. സോ ഇത് തന്നെയാണ് ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് സെയിം കോഡ് നമുക്ക് യൂസ് ചെയ്ത് കോഡ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോഡ് മതി നമുക്ക് ഫ്ലെയിം സെൻസറും സെക്യൂരിറ്റി സെൻസറായിട്ട് യൂസ് ചെയ്യുന്നത്. സെൻസേഴ്സ് ചേഞ്ച് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്മിറ്റർ റിമൂവ് ചെയ്താൽ നമുക്ക് സെയിം ഫ്ലെയിം സെൻസറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. IR സെൻസറിൻ്റെ പിന്നോട്ടും IR സെൻസറും ആർഡിനോയായിട്ടുള്ള കണക്ഷനുമാണ് ഈ കാണിച്ചേക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ കോഡ് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫയർ ഡിറ്റക്ഷൻ്റെ കോഡാണിത്. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ടേമുകളൊക്കെ പിൻ മോഡ്, ഇൻഡ്, ഡിക്ലറേഷൻ ഇതൊക്കെ യൂട്യൂബിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ സെൻസർ പിൻ നമ്പർ 2ലേക്ക് കണക്ട് ചെയ്തു, LED 13ലും ബസർ 8ലും കണക്ട് ചെയ്തു. പിന്നീട് നമ്മൾ പിൻ മോഡ്, സെൻസർ എന്തായാലും ഇൻപുട്ടാണ്, നമുക്ക് ഫയർ ഡിറ്റക്റ്റ് ചെയ്യണം. അപ്പോൾ ഇൻപുട്ട് അത് ഡിക്ലെയർ ചെയ്തു. ദെൻ LED-യും ബസറും ഔട്ട്പുട്ടാണ്, സൗണ്ടും ലൈറ്റുമാണ് തരുന്നത്. അപ്പോൾ ഔട്ട്പുട്ടായിട്ട് ഡിക്ലെയർ ചെയ്തു. പിന്നീട് നമ്മളൊരു ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്യാണ്. അതായത് ഇവിടെ IR സെൻസർ യൂസ് ചെയ്തിട്ടാണ് ഫയർ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അതാണ് ഈ കോഡിങ്ങിന് വരുന്നത്. അതായത് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് സെൻസറിൽ നിന്ന് ഇൻപുട്ട് ചെയ്യുന്നതാണ് വാല്യൂ. അത് ലോ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, LED-യും ബസറും ഓൺ ആവുക. അതല്ല എങ്കിൽ LED-യും ബസറും ഓഫായിരിക്കുക. അതായത് ഫയർ ഇല്ല എന്നുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ ലോ പൾസ് കിട്ടുമ്പോൾ ഫയർ ഉണ്ട് എന്നാണ്. അപ്പോൾ അതെന്ത് ചെയ്യും, LED-യും ബസറും ഓൺ ആകും. അല്ലാത്ത കണ്ടീഷനിൽ സേഫാണ്. സോ അലാം ഇല്ല, ലൈറ്റും ഇല്ല. ഇനി നമുക്ക് ഈ തീ അണയ്ക്കാനായിട്ട് നമുക്ക് ഇതിനകത്ത് 12 വോൾട്ടിൻ്റെ സബ്മേഴ്സിബിൾ വാട്ടർ പമ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ഡിറ്റക്ഷൻ്റെ കോഡിനോടൊപ്പം നമുക്ക് ഈ വാട്ടർ പമ്പ് ഓണാക്കാനുള്ള കോഡ് കൂടെ ആഡ് ചെയ്താൽ മതി. വാട്ടർ പമ്പും കൂടെ കണക്ട് ചെയ്താലും മതി. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ IR സെൻസറിൻ്റെ വർക്കിങ്ങും IR സെൻസർ യൂസ് ചെയ്ത പ്രോജക്ട്സും അതിൻ്റെ കോഡും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.